ആ, എല്ലാവർക്കും നമസ്കാരം. ഈ ഗതികേട് നിൻ്റെ പേര് കേരള കോൺഗ്രസ് എന്നാണോ എന്ന് ചോദിക്കാൻ തോന്നുകയാണ്. നമ്മുടെ ജോസ് കെ മാണിയുടെ പാർട്ടിയെക്കുറിച്ചാണ്. അദ്ദേഹം നിലവിലെ LDFൻ്റെ ആളാണ്. ഇനിയിപ്പോൾ UDFിലേക്ക് ഒന്ന് പോകണമെന്ന് തോന്നി. പിന്നെ ഇതാ വീണ്ടും ഒന്ന് മലക്കം പറഞ്ഞു. എന്നാലും മുഴുവൻ ആ വാതിലടച്ചിട്ടില്ല. വടിയിട്ട് വാതിലടയ്ക്കുക പറയും. ഒരു പഴുത് നിലനിർത്തിയിട്ടാണ് ഇപ്പോഴും ആൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം LDFിൽ തന്നെ തുടരുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്, UDFിനും നല്ലത്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും നല്ലത്, LDFിനും നല്ലത്. പിന്നെ എന്തിനാണ് വെറുതെ UDFിലേക്ക് വരാൻ നോക്കണത്? ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, മാണി സാറ് KM മാണി സാറ് സ്ഥാപിച്ച ഈ പാർട്ടിയിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് കാലശേഷം അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ചെയർമാനായി. ഈ പണ്ടാരം പറഞ്ഞ പോലെ ആനക്കാരനാണ് അച്ഛൻ. അച്ഛൻ ആനക്കാരനായാലും മകൻ്റെ ചന്തയിൽ തഴമ്പുണ്ടാവില്ല, ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന് മകൻ ആനപ്പുറത്ത് തന്നെ കയറണം. ഇത് വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചൊരു മനുഷ്യനാണ് ഈ ജോസ് കെ മാണി. ഇന്ന് വരെ മണ്ണിൽ പണിയെടുത്ത അദ്ദേഹം പണിയെടുത്തിട്ടില്ല, മണ്ണിലിറങ്ങി പണിയെടുത്തിട്ടില്ല. അപ്പൻ്റെ കാലശേഷം പാർട്ടിയുടെ ചെയർമാനൊക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉണ്ടിരിക്കുന്ന ഈ നസ്രാണിക്ക് ഒരു വിളി തോന്നിയിട്ട് LDFിലേക്ക് പോയത്. അവർ ഒരു രാജ്യസഭ MP ആയിട്ട്, ഇപ്പോൾ രാജ്യസഭ MP ആണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴാണ് ഇയാൾ രാജ്യസഭ MP ആണെന്നൊക്കെ മനസ്സിലാവുന്നത്. ഇതുവരെ അവിടെ എവിടെയെങ്കിലും വായ തുറന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോട് കൂടിയിട്ട് ഇനി LDFിൽ നിന്നിട്ട് കാര്യമില്ല എന്നിങ്ങനെ ചിലർക്കൊക്കെ തോന്നുന്ന കൂട്ടത്തിലാണ് മൂപ്പർക്ക് തോന്നിയത്. ആൾ ഉപദേശിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് ചിലപ്പോൾ ഈ കത്തോലിക്ക വിഭാഗത്തിലുള്ള ബിഷപ്പുമാരൊക്കെ അതിനകത്ത് ഉണ്ടാവാം, എനിക്കറിയില്ല. ഉണ്ടായിക്കൂടായില്ല. കാരണം LDFിൽ അവരുടെ കൂടെ നിന്നിട്ട് LDFുകാർ ഇതുവരെ ഒന്നും അവരുടെ കാര്യം നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപകരുടെ നിയമനം പന്ത് തട്ടണം വരെ തട്ടുകയാണ്. അപ്പോൾ ഇനി UDFിൻ്റെ കൂടെ നിന്നാൽ നടക്കുമെന്ന് നോക്കണതാവാം. പക്ഷേ ഈ മാണി ജോസഫ്, ഈ ജോസ് കെ മാണി വിചാരിച്ച പാർട്ടിയെ കയ്യിലെടുക്കാൻ പറ്റട്ടെ. ഇപ്പോൾ അവർ 5 MLAമാരാണ് അവർക്ക് LDFിൽ ഇപ്പം ഉള്ളത്. അതിൽ റോഷി അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ആളാണ് നിലവിൽ മന്ത്രി. ഇപ്പോൾ ഇവർ UDFിൽ പോകാനൊരു തീരുമാനം എടുത്തപ്പോൾ റോഷി അഗസ്റ്റിന് വേറൊരു MLAയും പറയണത്, അയ്യോ ഞങ്ങളങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ എന്ന്. മൂന്നാമതൊരു MLA ഞാൻ എവിടേക്കാണ് പോകണമെന്നിട്ട് പറയാനും തയ്യാറല്ല. അപ്പം ഫലത്തിൽ 3 പേര് അവിടെ നിൽക്കും, 2 പേര് UDFിലേക്ക് പോലും ചെയ്തു. നിലവിലാണെങ്കിൽ ജോസ് കെ മാണി MLA ഒട്ടും അല്ലേനും. അപ്പോൾ ഈ മാത്രമല്ല, ഈ അങ്ങേരുടെ അവരുടെ സ്വന്തം തട്ടൊക്കെയാണ് പാലപ്പം മാണി സി കാപ്പൻ എന്ന് പറഞ്ഞ വേറൊരുത്തൻ്റെ കയ്യിലാണ്. അപ്പോൾ പാലും ഇല്ല എന്നുള്ള കഥയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇതേ നിലവിൽ ഇപ്പോൾ ഇതേ ഇന്നലെ ഭയങ്കര ആലോചനയും ചർച്ചയൊക്കെ നടത്തിയിട്ട് ഈ മാണി സാറിൻ്റെ പേരിൽ ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് 25 സെൻറ്റ് സ്ഥലം അനുവദിച്ചു. അത് മതിയെന്ന് വെച്ചിരിക്കുക, അതാ ഭേദം. ഇല്ല, ഈ മാണി സാറിൻ്റെ പേരും വെച്ച് ഈ മനുഷ്യ LDFിൻ്റെ കൂടെ നടക്കണേ വേണം സമ്മതിക്കാൻ. മാണിയെ നിയമസഭയിൽ കയറ്റില്ല, അത് അങ്ങനെ ഒരു വക ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ പേക്കുത്തുകളൊക്കെ നമ്മളെ എത്ര കണ്ടതാണ്. അന്ന് അണ്ടർവെയറും കാണിച്ചിട്ട് മേശപ്പുറത്ത് നടന്നിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അവരെ പറ്റിയിട്ടൊന്നും ഞാൻ വേറെ പറയണ്ട, അതൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് അറിയാം. ആ മനുഷ്യൻ്റെ മകൻ LDFിലേക്ക് പോയാൽ അപ്പം ആലോചിക്കണ്ടേ നമുക്കവിടെ ഗതി പിടിക്കില്ല എന്നുള്ളത്. ഇത് വേറെ ചില ആളുകളുണ്ട്, ഞാൻ വേറൊരു സന്ദർഭത്തിൽ പറയാം. എന്തായാലും തൽക്കാലം ഇപ്പോൾ ഈ പാർട്ടിയെ മൊത്തം ഒന്ന് കയ്യിൽ ഒതുക്കാൻ പോലും കഴിവില്ലാത്ത വളരെ ശോഷിച്ചു പോയ ഒരു മനുഷ്യനായി മാറിയിട്ടുണ്ട് ജോസ് കെ മാണി. അതുകൊണ്ട് അവിടുന്ന് വല്ലതും കിട്ടുകയാണെങ്കിൽ അതും മേടിച്ചിട്ട് മിണ്ടാതെ അവിടെ കിടക്കണതാണ് ജോസ് കെ മാണിക്ക് നല്ലത്. അതാണ് പറയാനുള്ളത്.